വെൽക്കം ബാക്ക് ടു ന്യൂസ് ബ്ലാസ്റ്റ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ അന്വേഷണം അർജുൻ ആയങ്കിയിലേക്കും. സ്വർണം കവരാൻ കണ്ണൂരിൽ നിന്നും സംഘം എത്തിയത് അർജുന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അർജുൻ ആയങ്കിയുടെ കൂട്ടാളികൾ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. വിദേശത്ത് നിന്നും സ്വർണം കടത്തിയത് AR നഗർ സ്വദേശിക്ക് വേണ്ടിയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മുബഷീർ പി അക്ബർ ചേർന്നു മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. മുബഷീർ, ഈ കേസിൽ സർവത്ര ട്വിസ്റ്റാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായത്, ഒരു സംഘമല്ല, പലവിധ സംഘങ്ങൾ ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അന്വേഷണം അർജുൻ ആയങ്കിയിലേക്ക് എത്തുമ്പോൾ അർജുൻ ആയങ്കിയുടെ റോൾ ഇതിൽ എന്താണ് എന്നുള്ളതാണ് പ്രാഥമികമായി അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ നിന്നും കൊണ്ടുവന്ന ആഭ്യന്തര വിപണിയിൽ ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണം, അത് ഏകദേശം 5 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ സ്വർണം പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി സ്വർണം കൊണ്ടുവന്ന മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള മുഹമ്മദ് സൽമാൻ സാലിഹിന് 40 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളായിരുന്നു. അർജുൻ ആയങ്കിയുടെ സംഘത്തിലെ പ്രധാനി കൂടിയായിട്ടുള്ള അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തി നേരത്തെ തന്നെ ഈ സൽമാൻ സാലിഹുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ 40 ലക്ഷം രൂപ നൽകാം, യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറാതെ തങ്ങൾക്ക് നൽകണമെന്നുള്ളതായിരുന്നു ഈ അഭിജിത്ത് സൽമാനോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് അവർ തമ്മിലൊരു ധാരണയുണ്ടാക്കിയിരുന്നു. പക്ഷേ അവരെയും കബളിപ്പിച്ചുകൊണ്ട് സൽമാൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ സ്വർണം പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് പിന്നീട് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഒരു കള്ളക്കടത്ത് സ്വർണം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പോലീസിന്റെ ശ്രമം ഇപ്പോൾ തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ദുബായിൽ നിന്നും ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ ഒരു സ്വർണം ഇങ്ങോട്ടേക്ക് മുഹമ്മദ് സൽമാൻ സാലിഹിൽ കൊടുത്തയക്കുന്നത്. സൽമാനെ കൂടാതെ സുബൈർ എന്ന് പറയുന്ന വ്യക്തിയെയും ഈ സ്വർണ്ണക്കടത്ത് സംഘം അതേ വിമാനത്തിൽ തന്നെ പറഞ്ഞയച്ചിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവുമായിട്ട് സൽമാൻ എത്തിച്ചേരുന്നതോടെ ആ ട്രോളി ബാഗ് സുബൈറിനെ ഏൽപ്പിക്കാനായിരുന്നു നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് സൽമാൻ ആ സ്വർണവുമായിട്ട് കടന്നുകളയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സൽമാനിൽ നിന്നും സ്വർണം സ്വീകരിക്കാനെത്തിയ അർജുൻ ആയങ്കിയുടെ സംഘം 9 പേരടങ്ങുന്ന കണ്ണൂരിൽ നിന്നുള്ള സംഘവും, അതോടൊപ്പം തന്നെ മലപ്പുറം തിരൂരിൽ നിന്നുള്ള ഒരു സംഘവും, അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നുള്ളൊരു സംഘം ഉൾപ്പെടെ 3 വാഹനങ്ങളിലായി എത്തിയ 3 സംഘങ്ങളെ ആ ഒരു ഘട്ടത്തിൽ തന്നെ കരിപ്പൂർ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ സ്വർണം ആരാണെന്ന് കൊണ്ടുവന്നതിൽ പോലീസിനൊരു അവ്യക്തത ഉണ്ടായിരുന്നു. അന്നു രാത്രിയോട് കൂടി തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന സൽമാനെ കാണാനില്ലെന്ന പരാതി സൽമാന്റെ മാതാപിതാക്കൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. അന്ന് രാത്രിയോടുകൂടി തന്നെ സൽമാൻ തിരിച്ചെത്തുന്നുണ്ട്. സംശയം തോന്നിയ പോലീസ് വിശദമായിട്ട് ഈ സൽമാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് സ്വർണം ഇയാളാണ് കൊണ്ടുവന്നത്, അത് ഈ ട്രോളി ബാഗിന്റെ കമ്പികളിൽ മിശ്രിത രൂപത്തിലാക്കി മാറ്റിയതിനു ശേഷം അതിൽ പതിപ്പിച്ചായിരുന്നു കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ബാഗിലും ഈ സ്വർണ്ണമാക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ചെറിയ ശതമാനം മാത്രമാണ് പോലീസിന് ഇപ്പോൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലപ്പുറം AR നഗർ സ്വദേശിയായിട്ടുള്ള അമീറിന് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നത് എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തത്വത്തിൽ അമീറിന് ഈ സ്വർണം കൈമാറാതെ മറിച്ച് അർജുൻ ആയങ്കിയുടെ സംഘത്തിന് ഈ സ്വർണം കൈമാറുകയാണെങ്കിൽ 40 ലക്ഷം രൂപ നൽകാമെന്നുള്ളൊരു വാഗ്ദാനം സൽമാനോട് പറഞ്ഞിരുന്നു. പക്ഷേ സൽമാൻ അത് സ്വീകരിക്കുന്നില്ല. മറിച്ച് തന്റെ സുഹൃത്തുക്കളോടൊപ്പം നിലമ്പൂർ സ്വദേശിയായുള്ള ഷബി, സലി, പരപ്പനങ്ങാടി സ്വദേശിയായുള്ള സാദിഖ് എന്നിവരോടൊപ്പം എറണാകുളത്തേക്ക് പോയി അവിടെ ഒരു റൂം എടുത്തതിനു ശേഷം അവിടെ വെച്ച് ഈ ട്രോളി ബാഗ് കുത്തിപ്പൊട്ടിച്ച് സ്വർണം പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ നേരത്തെ തന്നെ 4 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്താണ്. നിലവിൽ 16ഓളം പ്രതികൾ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കേസുകൾ 2-3 ആളുകളിലാണ് പല കേസുകളും ചുരുങ്ങിപ്പോകാറുള്ളത്. പക്ഷേ ഇത്തവണ ഉറവിടം തന്നെ കണ്ടെത്താൻ പാകത്തുള്ള നീക്കങ്ങളാണ് കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പ്രത്യേകം ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. 16ഓളം പേരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM-ന്റെ സൈബർ പോരാളി എന്ന് സ്വയം അവകാശപ്പെടുന്ന അർജുൻ ആയങ്കി കേസുമായി ബന്ധപ്പെട്ട് പങ്കേത് തരത്തിലാണുള്ളത്. അർജുൻ ആയങ്കിയെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാകുമോ എന്നുള്ളതാണ്. അക്കാര്യത്തിലൊരു പരിശോധന നടത്തിവരികയാണ്. അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതാണ് കരിപ്പൂർ പോലീസ് അറിയിക്കുന്ന കാര്യം. കരിപ്പൂർ സ്വർണം പൊട്ടിക്കലിൽ അന്വേഷണം അങ്ങനെ അർജുൻ ആയങ്കിയിലേക്ക് കൂടി നീളുകയാണ്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.